സമൂഹത്തിൽ ചില തെറ്റായ പ്രവണത കണ്ടാൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കൺമുന്നിലൊരു കുറ്റകൃത്യം കണ്ടാൽ നിശബ്ദരായിരിക്കാൻ സാമാന്യം സാമൂഹ്യ ബോധമുള്ള ആർക്കും സാധിക്കാറില്ല. എന്നാൽ ഇക്കാലത്ത് തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം വെള്ളറടയിൽ വൈദികനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഫാദർ സജിത് ദാസിന് നേരെ ആക്രമണമുണ്ടായത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതാണ് പ്രകോപന കാരണം. കേസിൽ വെള്ളറട സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വെള്ളറടയ്ക്ക് സമീപം മൈലക്കുന്നിൽ ആയിരുന്നു വൈദികരായ സജിത് ദാസിന് കുത്തേൽക്കുന്നത്. സഭാജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പ്രദേശവാസിയായ അരുൺ എന്ന 31-കാരനാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സജിത് ദാസിനോടൊപ്പം ഉണ്ടായിരുന്ന മാങ്കോട് സ്വദേശി ജോഷിക്കും മർദ്ദനമേറ്റു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷിച്ചുവെന്ന അരുണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിനുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലോട്ട് വരാൻ വേണ്ടി തിരിച്ച സമയത്ത് ബാക്കിൽ നിന്ന് വന്ന് ചീത്ത വിളിച്ചുകൊണ്ട് വന്ന് ആദ്യ പുറകിലെ അടിക്ക് 2 അടി അടിച്ചു. അത് തുടർന്ന് കൂടെ വന്ന് ജോഷി അടിക്കുകയും ചെയ്തു. അപ്പോൾ ജോഷിക്ക് നല്ല കാലം സുഖമില്ലാത്തതുകൊണ്ട് പുള്ളിയെ ഫ്രണ്ടിൽ വിട്ട് ഞാൻ ബാക്കിൽ നിന്ന് വീണ്ടും പല പ്രാവശ്യം ഇടിച്ചു. 10-15 അടിയോളം ഇടിച്ചു. ഒരു 2-3 ബ്ലോക്ക് ചെയ്തെങ്കിലും മുള്ളുവേലി അടുത്തുള്ളതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ബൈക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കയറുവാൻ നിന്നപ്പം ബൈക്കിൽ നിന്ന് 2 കുത്തിയിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തി പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ കുത്തിക്കൊള്ളൽ വഴിയിലെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സജിത് ദാസിന്റെ തലയ്ക്കാണ് കുത്തേറ്റത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജിത് ദാസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.